ഹലോ, ഇന്ന് ബട്ടർ കൊണ്ട് നമുക്ക് നല്ലപോലെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാല് നമുക്ക് മേടിച്ച് അല്ലെങ്കിൽ ദിവസം പാലുണ്ടാവുമല്ലോ വീട്ടിൽ, അത് തിളപ്പിച്ച് നല്ലപോലെ കുറച്ച് ഒരു 5 മിനിറ്റ് നേരം കൂടെ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം വാങ്ങി വെച്ച് അത് തണുത്ത് കഴിയുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമ്പോൾ എന്താവും, അതിൻ്റെ ക്രീമും പാടയും എല്ലാം കൂടി ആയിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് പാലിൻ്റെ പാട നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. ഒരു സ്പൂൺ ഉപയോഗിച്ചോ കൈ കൊണ്ടോ എങ്ങനെ അവരവരുടെ സൗകര്യം പോലെ അത് എടുത്ത് ഒരു ഡബ്ബയിലിട്ട് അടച്ചു വെക്കുക. ഒരു 15 ദിവസത്തെ പാടയാണിത് എടുത്തത്. എനിക്ക് 15 ദിവസം തന്നെ ആകുമ്പോഴത്തേക്കും അത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, അത് രണ്ടായി അടിച്ചെടുക്കാൻ ഓർത്തുകൊണ്ട് 2 പാത്രത്തിലോട്ടാക്കി അടിച്ചു വെച്ചു. ഇത് മിക്സി ജാർ നമ്മൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മിക്സി ജാറിൽ ചില മിക്സിയിലൊക്കെ ജ്യൂസർ ഉണ്ടാവും. ആ ജ്യൂസിൻ്റെ ജാറിൽ വെച്ച് അടിക്കുകയാണെങ്കിൽ വേഗമായി കിട്ടും നമുക്ക്. അതേസമയം മിക്സി ജാറിൽ തന്നെ വലിയ ജാറിൽ വെച്ച് അടിച്ചാലും വേഗം ആകും. അത് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മിക്സിയുടെ സൗണ്ട് മാറിയിട്ടുണ്ടാകും, വെള്ളവും ബട്ടറും സെപ്പറേറ്റ് തിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഉരുക്കി വരുമ്പോഴത്തേക്കും ഒരു 250 ഗ്രാമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ പാല് നമ്മൾ വെറുതെ തിളപ്പിച്ച് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽപ്പാട എപ്പോഴും നോക്കുമ്പോൾ തിന്നായിരിക്കും പാൽപ്പാട, അത്രയ്ക്ക് കട്ടി വരില്ല. അതിനെ ഈ ഫ്രിഡ്ജിൽ വെക്കുന്നത്, ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ തണുപ്പായിട്ട് അതിൻ്റെ ക്രീമും എല്ലാം കൂടെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലാണ് വെച്ചത്. ഒരു ഡബ്ബ എന്ന് പറഞ്ഞാൽ അതൊരു 500 ഗ്രാം വെക്കാൻ പറ്റും തോന്നുന്നു അതിനകത്ത്. പക്ഷെ നല്ല നല്ല നെയ്യ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് ബട്ടർ അടിച്ചതിന് ശേഷം ഒന്നും കൂടി അത് വെള്ളത്തിലിട്ട് ഒന്നുകൂടെ കഴുകി കളയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും, ബട്ടറിൻ്റെ ഒരു ചൊവയല്ല, ഒരു പാലിരുന്നതിൻ്റെ ഇത്രയും ദിവസം അങ്ങനെ അടച്ച് വെച്ചതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അത് വെള്ളത്തിലിട്ടൊന്ന് കഴുകി കഴിയുമ്പോൾ നല്ലപോലെ വൃത്തിയായിക്കോട്ടെ. സെപ്പറേറ്റ് നമുക്ക് ബട്ടർ തിരിച്ചെടുക്കാനും പറ്റും. അങ്ങനെ അടുപ്പത്ത് വെച്ച് ഞാൻ അതെല്ലാം ഉരുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉരുക്കുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കഴുകിയില്ലെങ്കിൽ വേറെ ഒരു സ്മെല്ല് വരും. അതേസമയം കഴുകിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അത്രയ്ക്ക് ഒരു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, നെയ്യ് ഉരുക്കുമ്പോൾ ഒരു വല്ലാത്ത മണമാണ്. അതേസമയം നല്ലപോലെ അതൊന്ന് കഴുകിയിട്ട് നമ്മൾ ഒന്ന് ഉരുക്കിയെടുത്ത് നോക്കുക. അത്ര മണങ്ങൾ, ആ സ്മെല്ലുണ്ടാവില്ല. നല്ല നെയ്യിൻ്റെ മണമായിരിക്കും. അങ്ങനെ എൻ്റെ നെയ്യ് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിലാണ് വന്നേക്കുന്നത്. ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്തിടാം. ചെയ്തിട്ട് കഴിയുമ്പോൾ തന്നെ അത് കുറച്ചും കൂടി അതിലേത്തിരുന്ന് മൂക്കും അത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ അങ്ങനെ തിരിയുമ്പോൾ തന്നെ നമ്മൾക്കത് ഓഫാക്കണം. ഏതായാലും അരിച്ച് വെക്കുമ്പോൾ എനിക്കൊരു 250 ml ഉണ്ട് തോന്നുന്നു കാണുമ്പോൾ. അത്യാവശ്യം ഒരു 3-4 ദിവസം ഉപയോഗിക്കാനുള്ള നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരു 2 വട്ടം അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള നമുക്ക് നെയ്യ് കിട്ടും നമുക്ക്. അപ്പം പുറമേ നിന്നുള്ള നെയ്യിൽ നമ്മൾ അവരെന്തെങ്കിലും ചേർക്കുന്നുണ്ടോ, കെമിക്കൽ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ തന്നെ നല്ല നെയ്യ് ഉണ്ടാവും. ഏതായാലും പാൽപ്പാടിയൊന്നും വേസ്റ്റ് ആക്കണ്ട. എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഈ നെയ്യെല്ലാം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.